വിചിത്ര സിൽക്ക് സാരി നമുക്കൊരു ഈവനിങ് ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് കോളേജ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഫങ്ഷൻസ്, ഏത് ഫങ്ഷൻ ആണെങ്കിലും നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരീസിൻ്റെ കളക്ഷൻ. ആൻഡ് ഇതിനകത്ത് വിചിത്ര സിൽക്സിൽ എപ്പോഴും നമ്മൾ ആ ഒരു ഷീൻ ഉണ്ട്, അത് ഇതിലും ഉണ്ട്. ആൻഡ് ഒരു നേവി ബ്ലൂ ആട്ടോ എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ബോർഡറിലൊരു ക്രോസ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ഫ്ലോറൽ ലുക്കാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഹണികോമ്പിൻ്റെ കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് അണീവനായിട്ട് വന്നേക്കുന്ന സ്കാലപ്പ് എഡ്ജ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് സ്കാറ്ററായിട്ട് പ്ലേസ് ചെയ്തേക്കുന്ന ഈ ഒരു കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ ഡീറ്റെയിലിംഗ് എല്ലാം ക്രോസ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാട്ടോ അത് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് പല്ലുവിൻ്റെ പോർഷനിൽ കുറച്ചൊന്ന് ബ്രോഡായിട്ട് വന്നേക്കുന്ന ഒരു ഷോർട്ട് പല്ലു പോലത്തെ ഒരു ലുക്കിൽ വന്നേക്കുന്നത്. അതും ഫുള്ളായിട്ട് ഈ ഒരു ക്രോസ് സ്റ്റിച്ചും കട്ട് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് വന്നേക്കുന്നത് ബ്ലൗസ് പീസ് വിത്ത് ഈ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്ലീവിന് വേണ്ടിയിട്ട് ഒരു ഡാർക്കർ പാലറ്റിലാട്ടോ വന്നേക്കുന്നത്. ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നതും മെറൂൺ, അതും ഒരു ഡാർക്കർ ടോൺ. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു ലുക്കാട്ടോ. റണ്ണിങ്ങിൽ തന്നെ വന്നേക്കുന്ന ബ്ലൗസ് പീസ് വിത്ത് ഈ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിലും ഈ ഒരു സ്കാലപ്പിൻ്റെ ഫിനിഷ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് പല്ലു ഡീറ്റെയിലിംഗ് ത്രൂ ഔട്ട് ബോഡി, നമ്മുടെ ചെസ്റ്റിൻ്റെ പോർഷനിലൊക്കെ സ്കാറ്ററായിട്ട് ഫുള്ളായിട്ട് ഞാൻ ആ ഒരു ഫ്ലവേഴ്സിൻ്റെ ലുക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിൽ ലോവർ പോർഷനിലാണ് ആ ഒരു ലുക്ക് പ്ലേസ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ഡാർക്ക് മെറൂൺ ടോൺ ആട്ടോ ഇത്. നെക്സ്റ്റ് വന്നേക്കുന്നത് ബ്ലാക്ക്. ഒരു ലൈറ്റർ കളറിനകത്ത് കുറച്ചും ഒരു ഡാർക്ക് പാലറ്റിനകത്ത് ലൈറ്റർ ത്രെഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഡീറ്റെയിലിംഗ് ആണ് ത്രൂ പ്ലേസ് ചെയ്തേക്കുന്നത്. ഗ്രീനിൻ്റെയും റെഡിൻ്റെയും ബേജിൻ്റെയും ഒക്കെ ഒരു കോമ്പിനേഷൻ ആട്ടോ കളേഴ്സ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ആ ഒരു ഡാർക്ക് പാലറ്റിൽ ചെയ്യുമ്പോഴത്തേനും കുറച്ചൊന്ന് ആ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് എടുത്ത് നിൽക്കാറുണ്ട്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് ബ്ലാക്ക്. RPൻ്റെ കോഡ്സിലാണ് ഈ സാരീസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. RP 531, ഞാൻ വേറെ ചെയ്തേക്കുന്ന RP 533 ആട്ടോ. പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 3199. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ശരിയാവിടെ ഇന്ന് നമ്മൾ ഈ സാരീസ് എല്ലാം കാണാൻ പോവാം കേട്ടോ. പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് ഈ ഒരു ഗീച്ച ടസറിൻ്റെ ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള സാരീസാണ്. എല്ലാം പ്രിൻ്റഡ് ആയിട്ട് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള പ്രിൻറ്റും കോമ്പിനേഷൻസും ഒക്കെയാണ് കേട്ടോ. നമുക്ക് ഓരോന്നായിട്ടൊന്ന് പെട്ടെന്ന് കണ്ടുപോവാം. അപ്പം ഞാൻ ഇന്ന് ഹാങ്ങറിൽ നിന്ന് എടുക്കണില്ല, ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ലുക്ക് കാണിച്ച് പോകണേ ഉള്ളൂ. കണ്ടത് അതിൻ്റെ പല്ലു. ആൻഡ് ഇതിനകത്ത് നമുക്ക് ആക്ച്വലി ഒരു സെറി ബോർഡറൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓരോ സാരിയും ഓരോ സ്റ്റൈലാണ്. ആൻഡ് ഇതാണ് എൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത്. ബോഡിയിൽ ഈ ഒരു പാറ്റേൺ ആണ് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. ആ ഒരു എൻഡ് വരേക്കും ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. ദിസ് ഇസ് വൺ ലുക്ക്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഞാൻ പറയാം. ഓരോ ഡിഫറെൻറ്റ് ഇപ്പോൾ ചില പാറ്റേൺസിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ കളേഴ്സ് വരുന്നുണ്ടാവും കേട്ടോ. ഇത് 6399 റേഞ്ചിൽ വന്നിരിക്കുന്നത് SIKയുടെ കോഡ്സിൽ വന്നിരിക്കുന്ന സെറ്റ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് ലുക്ക് ഒരു വേർട്ടിക്കൽ പാറ്റേണിലാണത് ചെയ്തേക്കുന്നത്. ഇതാണ് എൻ്റെ നെക്സ്റ്റ് വണ്ണിൻ്റെ ലുക്ക് വരുന്നത്. പല്ലു, ബോഡിയിൽ ഈ ഒരു സർക്കുലർ പാറ്റേണും വേർട്ടിക്കൽ ഡിസൈൻ്റെയും കോമ്പിനേഷനാണ്. ആൻഡ് ബ്ലൗസ് വന്നിട്ട് സോളിഡും ആണ് കേട്ടോ. ആൻഡ് ദെൻ വി ഹാവ് മധുബനി സ്റ്റൈലിൽ വന്നേക്കുന്ന ഒരു കോമ്പിനേഷനാണ്. പല്ലു ഫുള്ള് മധുബനിയുടെ ലുക്ക് വരുന്നുണ്ട്. ആൻഡ് ദെൻ ബോഡിയിൽ നമുക്ക് ഫ്ലോറൽ ലുക്ക്, അതും മധുബനി സ്റ്റൈൽ തന്നെയാണ്. കുഞ്ഞു കുഞ്ഞു സ്ട്രോക്സ് ആയിട്ട് സിംഗിൾ ആയിട്ടുള്ളൊരു ലൈൻ പാറ്റേൺ. ബ്ലൗസ് സോളിഡും ആണ് കേട്ടോ. ഇതിനകത്ത് സെറി ലൈൻ ബോർഡർ വരുന്നില്ല. മുന്നേ കണ്ട രണ്ടെണ്ണത്തിൻ്റെ അകത്ത് വന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വരുന്നത് ടിഷ്യൂ ബോർഡറോട് കൂടിയ സെറി ബോർഡറോട് കൂടിയാണ് വന്നിരിക്കുന്നത്. ആ ബോക്സ് പാറ്റേൺ ബോഡിയിൽ ഫുള്ള് വന്നിട്ട് ഇതാണ് അതിൻ്റെ പല്ലു ആൻഡ് ബ്ലൗസ് പീസ് വിത്ത് ബോർഡർ ആയിട്ടാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ. ഫ്ലോറൽ ഡിസൈൻസ് ബോഡിയിൽ വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. കണ്ടോ, പല്ലു ആൻഡ് ബ്ലൗസ് പീസ്. ഇത് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശാസ്ത്രമംഗലം സ്റ്റോറിൽ ഇതെല്ലാം ഡിസ്പ്ലേക്ക് ഇട്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഈ കളക്ഷൻസ് എല്ലാം കൂടി ഒന്ന് നമുക്ക് കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ലുക്ക് വരുന്നത്. ഇത് അതിൻ്റെ ബോഡി ആൻഡ് അതിൻ്റെ പല്ലുവിൻ്റെ ലുക്ക് നമുക്കൊന്ന് കാണാം. ഇതാണ് അതിൻ്റെ പല്ലുവിൻ്റെ ലുക്ക്. ആൻഡ് ബ്ലൗസ് വന്നിട്ട്
ഇത് അജ്രക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ബ്ലൗസ്. ഈ ബോഡിയിൽ വന്നിരിക്കുന്ന അതേ ഔട്ട്ലൈൻ ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ടിഷ്യൂ സെറി ബോർഡർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ബ്ലോക്ക് പ്രിന്റും ഡിസ്ചാർജ് പ്രിന്റും ഒക്കെ തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ബ്ലോക്ക് ആൻഡ് ഡിസ്ചാർജിൽ വരുന്നതാണ്. ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക്. പല്ലു ആൻഡ് ബ്ലൗസ് വന്നിട്ട് ടെമ്പിൾ ആണ് കേട്ടോ. അതിൻ്റെ ഒരു ബോർഡറിലൊക്കെ നല്ല രസമുള്ള കോമ്പിനേഷനാണ്. ടെമ്പിൾ ബോർഡറും ബോഡിയിൽ ട്രഡീഷണൽ പാറ്റേൺ. ആൻഡ് ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത്. ബ്ലൗസ് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിൻ്റെ അകത്ത്. അപ്പോൾ ഈ സ്റ്റൈലിൽ നമുക്ക് ഒരു കളറും കൂടി, ഏതാണ് അതിൻ്റെ കളർ കോമ്പിനേഷൻ. ആൻഡ് ഇതിൻ്റെ കണ്ടോ ബോർഡർ എൻ്റെ അതേ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ബ്ലൗസ് ആയിരിക്കണം ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. യെസ്, ഇതാണ് എൻ്റെ ബ്ലൗസിൻ്റെ ലുക്ക് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഡിസൈനിൻ്റെ അകത്ത് 3 കളേഴ്സാണ്. ആൻഡ് ദിസ് ഇസ് ദി നല്ലൊരു പ്ലസൻറ്റ് കോമ്പിനേഷനാണ്. ഇറ്റ്സ് എ സോർട്ട് ഓഫ് ലീഫ് കൈൻഡ് ഓഫ് എ ഡിസൈൻ. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് കോൺട്രാസ്റ്റ്. ആ ഒരു കളക്ഷൻ്റെ അകത്ത് നമുക്ക് 3 കളേഴ്സാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ഡിസൈൻ ഇതൊരു ബോക്സി പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ലുക്ക്. ആൻഡ് ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് ഡിസൈൻ ഒരു ബോക്സി പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബോഡി ആക്ച്വലി വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഇതാണ് അതിൻ്റെ ബോഡി വരുന്നത്. ഇതാണ് ബോർഡർ, ഇതുമാണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ പല്ലു വന്നിട്ട് ഈ ഒരു സ്റ്റൈലാണ്. കോൺട്രാസ്റ്റ് ബ്ലൗസും കൂടെ ആയിട്ടാണ് വരുന്നത്. ഇതേ സ്റ്റൈലിൽ നമുക്ക് വന്നിരിക്കുന്ന നെക്സ്റ്റ് ഒരു കുറച്ചും കൂടി ബ്രൈറ്റ് ആൻഡ് വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണിത്. അതാണ് എൻ്റെ ബോഡിയിലെ ഒരു ലുക്ക് വരുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് ഇസ് ഓൾസോ ഒരു ഏകദേശം ഒരു ബോക്സി പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത്. പല്ലു ആൻഡ് ഇതിനകത്ത് നമ്മൾ കോമ്പിനേഷൻ വരുന്നത് ഇതാണ് അതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത്. നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ബ്ലൂ ഷെയ്ഡ് ആൻഡ് ഇത് കുറച്ചും കൂടി റസ്റ്റ്, ഒരു റസ്റ്റിൻ്റെയും ബ്രിക്കിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ലുക്കാണ്. ഇതിൻ്റെ ബ്ലൗസ് നമുക്ക് നോക്കാം. ബ്ലൗസ് വന്നിട്ട് നമുക്ക് കണ്ടോ നല്ല രസമുള്ള ബ്ലൗസ് കോമ്പിനേഷൻ. എനിക്ക് കോമ്പിനേഷൻ നല്ല രസമുണ്ട്. നമ്മൾ ബ്ലൗസായിട്ട് ഉടുത്ത് വരുമ്പോൾ ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട്. ആൻഡ് നെക്സ്റ്റ് ഡിസൈനിൽ നമുക്ക് ഈ ഒരു ലുക്ക് കാണാം. ഇതാണ് എൻ്റെ ബോഡി വരുന്നത്. ടെമ്പിൾ ലുക്ക് തന്നെയാണ്. ചെറിയ ബോർഡർ വരുന്നുണ്ട്. ആൻഡ് പല്ലു. പല്ലു ആൻഡ് ബ്ലൗസ് കോൺട്രാസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ലുക്കിൻ്റെ അകത്ത് നമുക്ക് 2 കളേഴ്സാണ് പിന്നെ വന്നിരിക്കുന്നത്. ഇത് രണ്ടും ഇതെല്ലാം ഗീച്ച ടസർ ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ളതാണ്. ടസർ കണ്ടൻറ്റ് അതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ നമുക്കത് ഫുൾ ടസറിൻ്റെ അല്ല, ബ്ലെൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ 6 റേഞ്ചിൽ വരണം എന്നുണ്ടെങ്കിൽ പ്യുവർ ടസറിൽ നമുക്ക് അങ്ങനെ വരത്തില്ല. അതും ഗീച്ചയുടെ ഒരു ലുക്കൊക്കെ. പിന്നെ അതിനകത്ത് വേറെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് നമുക്ക് അതിനകത്ത് കുറച്ചൊരു ആ ഒരു വീവിങ് സ്റ്റൈലിൻ്റെ പ്രത്യേകതയാണ്. ഫാബ്രിക് മോശം എന്നല്ല ഞാൻ പറയുന്നത്, അതിന് ആ ഒരു ഫാബ്രിക്കിൻ്റെ സ്റ്റൈൽ അങ്ങനെയാണ്. പക്ഷെ ഒരുപാട് ടൈറ്റ് ഫിറ്റിങ്സിന് പോയി, ഇപ്പോൾ ഓർഗൻസ, സിൽക്ക് ഓർഗൻസ മോശം ഫാബ്രിക് അല്ല. പക്ഷെ ഒരുപാട് ടൈറ്റ് ഫിറ്റിങ്സിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പിഞ്ചുന്ന ഒരു പ്രശ്നം, അവിടെ ആ സീംസ് വെച്ചിട്ട് അവിടെ പ്രശ്നങ്ങൾ, ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ ഇഫ് യു ലൈക്ക് നമുക്കതൊരു ലൈറ്റ്ലി ഒന്ന് ലൂസ് ഓഫ് ഫിറ്റിങ്ങിൽ ബ്ലൗസസിലോട്ട് പോകുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പം ചെക്ക് ഇറ്റ് ഔട്ട്. SIKയുടെ കോഡ്സിൽ വന്നേക്കുന്ന ഗീച്ച ടസർ ഫിനിഷിങ്ങിൽ ബ്ലോക്കും ഡിസ്ചാർജും ഒക്കെ ആയിട്ടുള്ള പ്രിന്റിങ് ടെക്നിക്സിലാണ് ഈ ഒരു സാരീസ് വന്നിരിക്കുന്നത്. മെറൂൺ ഷെയ്ഡ് എല്ലാവർക്കും മാച്ച് ആവുന്ന ഒരു കളർ പാലറ്റ്. and അതിനകത്തൊരു സിമ്പിൾ വർക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു കാഷ്വൽ ലുക്കിൽ വന്നേക്കുന്ന ടോപ്സിൻ്റെ കളക്ഷനാണ് കേട്ടോ. ശരിക്കും മീൻ്റെ നെക്കാണ് ആ ഒരു ഹൈലൈറ്റിംഗ് കൊണ്ടുവന്നേക്കുന്നത്. ഒരു ഷോൾ കോളർ നെക്ക് പാറ്റേൺ കൊണ്ടുവന്നിട്ട് അതിനകത്ത് എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ബേജ് ഷെയ്ഡിൽ വന്നേക്കുന്ന ത്രെഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഡീറ്റെയിലിംഗ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലോറൽ ലുക്കാട്ടോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ പാച്ച് ചെയ്തിട്ടുള്ളൊരു വർക്ക് ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. സെയിം ഈ ഒരു ലുക്കിൽ വന്നേക്കുന്ന സ്ലീവിൻ്റെ പോർഷൻ 3/4 സ്ലീവാണ് ഇതിൻ്റെ കൂടെ വന്നേക്കുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിൽ വന്നേക്കുന്ന കളക്ഷൻ ഒരു സ്ലിറ്റർ ലുക്കിൽ വന്നേക്കുന്ന ടോപ്പാട്ടോ.
ഇതൊരു സ്ലബ് സിൽക്ക് മെറ്റീരിയലാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡും സെയിം ആ ഒരു മെറൂൺ. ചിലപ്പം വീഡിയോയിൽ കുറച്ചൊന്ന് ബ്രൈറ്റായിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഫോട്ടോസിലൊക്കെ, പക്ഷേ ഒരു നല്ലൊരു റെഡ് ഷെയ്ഡ് മെറൂൺ ഷെയ്ഡിലാണ് വന്നേക്കുന്നത്, ഒരു ഡാർക്കർ പാലറ്റിലാണ് വന്നേക്കുന്നത്. അതിന് ഇതിൻ്റെ നെക്കിൻ്റെ പോർഷൻ വന്നേക്കുന്ന ഒരു കോളർ പാറ്റേൺ, ഹാഫ് കോളർ പാറ്റേണിൽ വന്നേക്കുന്ന നെക്ക് ആൻഡ് സ്ലിറ്റർ ലുക്ക് ആട്ടോ. ഒരു 4 ഇഞ്ചോളം വരുന്ന ഒരു സ്ലിറ്റർ ലുക്കാണ് കൊടുത്തേക്കുന്നത്. അതിന് വൺ സൈഡ് ഒരു പ്ലേസ്മെൻറ്റ് ഡീറ്റെയിലിംഗ് ആട്ടോ ഇതിൽ വന്നേക്കുന്നത്. ഒരു ലോട്ടസ് ഇൻസ്പയർഡ് ആയിട്ട് വന്നേക്കുന്ന ഒരു ഫ്ലോറൽ ലുക്കാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ പോയിൻ്റായിട്ട് പ്ലേസ് ചെയ്തേക്കുന്ന സെറീൻ്റെ ഒരു വർക്ക് ഡീറ്റെയിലിംഗ്, സ്ലീവിൻ്റെ വൺ സ്ലീവിൽ വർക്ക് വരുന്ന ലുക്കിലാണ് ഇത് വന്നേക്കുന്നത്. പിന്നെ അതർ സൈഡ് പ്ലെയിൻ ആയിട്ട് വന്നേക്കുന്ന ഒരു ലുക്ക് ആൻഡ് ബാക്ക് പോർഷൻ സോളിഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതും വിത്തൗട്ട് ലൈനിങ്ങിൽ വന്നേക്കുന്ന കളക്ഷൻ ആട്ടോ. ആൻഡ് ഇതും ഒരു സ്ലിറ്റർ ലുക്കിൽ വന്നേക്കുന്ന ടോപ്പ്, നമുക്കൊരു കാഷ്വൽ ലുക്കിന് ഇപ്പോൾ ഓഫീസ് വെയർ ആയിട്ടൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ. അതിനൊരു അഫോർഡബിൾ റേഞ്ചിനകത്തും കൂടിയാട്ടോ കൊണ്ടുവന്നേക്കുന്നത്. 1399 പ്രൈസ് റേഞ്ചിൽ വന്നേക്കുന്നത്. VS 134 ആണ് ഈ ഒരു ടോപ്പിൻ്റെ കോഡ് വരുന്നത്. ഞാൻ വേറെ ചെയ്തേക്കുന്നത് VS 132 ആട്ടോ. 1399 പ്രൈസ് റേഞ്ചിൽ വന്നേക്കുന്ന ടോപ്പിൻ്റെ കളക്ഷൻ ചെക്ക് ഇറ്റ് ഔട്ട്.